Hi everyone, welcome back to my channel. ഈ വീഡിയോ ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രൊപ്പോസിഷനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസ് ഇംഗ്ലീഷ് ഗ്രാമർ ആണെന്ന് അറിയാമല്ലോ. ഗ്രാമറിലെ ഒരു പ്രധാന വിഷയമാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇതിനെ 8ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിലൊന്നാണ് പ്രിപ്പോസിഷൻ. വളരെ ചെറിയ വാക്കുകളാണിവ. സെൻറ്റൻസിലെ ഒരു വാക്കിന് മറ്റുള്ള വാക്കുകളുമായുള്ള റിലേഷൻ കാണിക്കുന്നതിനാണ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. പ്രധാനമായും പ്രിപ്പോസിഷനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രിപ്പോസിഷൻ ഓഫ് ടൈം, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്, പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ എന്നിങ്ങനെയാണ്. ഇവിടെ വിശദീകരിക്കുന്നത് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷനെയാണ്. ആളുകളെയും വസ്തുക്കളെയും അവയുടെ ചലനത്തെ വിവരിക്കാൻ പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ ഉപയോഗിക്കുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ചില പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ ഇതൊക്കെയാണ്: ടു, ഒരു നിർദ്ദിഷ്ട പോയിന്റിന് ലക്ഷ്യസ്ഥാനത്തേക്കോ ദിശയിലേക്കോ ഉള്ള ചലനം സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. ടു ഈസ് യൂസ്ഡ് ഫോർ പീപ്പിൾ ആൻഡ് തിങ്സ് ഇൻ മോഷൻ. ഉദാഹരണം: ഷീ വെന്റ് ടു ദ സ്റ്റോർ. യു ആർ ഗോയിങ് ടു ക്ലാസ് ടുമോറോ. ഫ്രം, ആരംഭിക്കുന്ന സ്ഥലത്തെയോ ഉത്ഭവസ്ഥാനത്തെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഫ്രം ഈസ് എ പ്രൊപ്പോസിഷൻ ഇൻഡിക്കേറ്റിംഗ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓർ ഒറിജിൻ. ഉദാഹരണം: വെർ ആർ യു ഫ്രം? ഹി ഈസ് ബാക്ക് ഫ്രം സ്കൂൾ. ഇൻ, ബൗണ്ടറിയുള്ള സ്ഥലങ്ങളെയും രാജ്യത്തിൻ്റെയും നഗരത്തിൻ്റെയും പട്ടണങ്ങളുടെയും പേരിന് മുമ്പും ഉപയോഗിക്കുന്നു. In is indicating enclosed place and before the name of a country, city or town. ഉദാഹരണം: My parents lived in this compound in India, in Madras, in Delhi, etc. ഇന്നിൻ്റെ മറ്റൊരു ഉപയോഗം ദിവസത്തിൻ്റെ ഭാഗങ്ങളെയും മാസങ്ങളെയും വർഷങ്ങളെയും കാലങ്ങളെയും കാണിക്കാനാണ്. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ജനുവരി, ഇൻ മാർച്ച്, ഇൻ സ്പ്രിംഗ്, ഇൻ സമ്മർ, ഇൻ 2010, ഇൻ 2018, എക്സെട്ര. ഔട്ട്, ഒരു സ്ഥലത്തിൻ്റെ അകത്തു നിന്ന് പുറത്തേക്കുള്ള മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. Used to show movements away from inside of a place. ഉദാഹരണം: They went out of the room. He leaned out of the window. പ്രൊപ്പോസിഷൻ്റെ ചില ഉപയോഗങ്ങൾ മാത്രമാണ് ഉദാഹരണത്തിൽ കാണിച്ചിട്ടുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രൊപ്പോസിഷനാണ് ഓൺ. സർഫസിലുള്ള പൊസിഷൻസിനെ കാണിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. ഓൺ ഇൻഡിക്കേറ്റ്സ് പൊസിഷൻസ് ഓൺ സർഫസ്. ദ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. ഐ ലെഫ്റ്റ് ദ കീ ഓൺ കൗണ്ടർ. അടുത്തത് അറ്റാണ്. അറ്റൊരു നിശ്ചിത പോയിന്റിനെയോ ലൊക്കേഷനെയോ സമയത്തെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. At indicates a specific point of or location. Also used to indicate specific time. Let us meet at 11. I met Paul at a party. അടുത്ത എക്രോസ് ആണ്. എക്രോസിനെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്കുള്ള മൂവ്മെൻറ്റ്സിനെ കാണിക്കുന്നു. Indicates movements from one side to the other. They walked across the bridge.
ഹീ വാക്ക്ഡ് ത്രൂ ദ ഡോർ. മേൽപ്പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് പ്രിപ്പോസിഷൻ്റെ ഉപയോഗം മനസ്സിലാക്കാം. മറ്റൊരു വീഡിയോയിൽ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസും പ്രിപ്പോസിഷൻ ഓഫ് ടൈമും വിശദീകരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.